അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ദേ കണ്ടോ, നമ്മുടെ ഇവിടെ നട്ട് വളർത്തിയ ചീരയാണ്. ഞാനല്ല കേട്ടോ നട്ട് വളർത്തിയ, ഇക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നാണ് നമ്മളിത് പറിച്ചത്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പടച്ചവനേ, അപ്പോഴത്തേക്കും ഇത് പൂ വന്നു. കുറച്ച് മുന്നേ നമ്മൾ പറിച്ചെടുക്കണ്ട, പക്ഷെ നോമ്പൊക്കെ ആയതുകൊണ്ടേ നമ്മളത് വിട്ടുപോയതാട്ടോ. അപ്പോൾ എന്തേ നമ്മളിന്ന് ഇതിപ്പോൾ കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഇതിപ്പോൾ ഇക്ക ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇങ്ങനെ ഇതൊക്കെ ചെയ്ത്, ഇത് നമ്മൾ പാകം ചെയ്ത് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം നമ്മൾ കഴിക്കപ്പം പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിഷമില്ലാത്തത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും, മനസ്സിനും സന്തോഷം, ആരോഗ്യവുമാണ്. അപ്പോൾ എന്തായാലും ഈ ചീര ഇങ്ങനെ ചേച്ചി പറിച്ചുകൊണ്ട് വന്നേ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാം. ഇതെന്തോ പുതുമയായിട്ട് ചീരയൊക്കെ എടുത്തിച്ച് കാണിക്കുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ വന്നേ. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, എന്തിന് സ്വന്തം വീട്ടിൽ ചെയ്യുന്നതെല്ലാം എടുത്ത് കാണിക്കാനുള്ളത് ഇതുപോലെ. ഇവിടെ ഒരുപാട് പന്നിശല്യമുണ്ട്, എന്തോ ഒരു ഭാഗ്യത്തിന് ചീരയിലോട്ട് വന്നില്ല കേട്ടോ. അതുകൊണ്ട് ചീരയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മളിങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ഫുള്ള് പ്രശ്നങ്ങൾ തന്നെ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്, നമുക്ക് ഫ്രഷ് സാധനം കിട്ടുകയും ചെയ്യും, കുട്ടികൾക്കും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ഈ വീഡിയോ കാണുന്ന യുവതലമുറയിലുള്ള എല്ലാവരും കൃഷിയൊക്കെ ചെയ്ത് അവരൊരു കാര്യങ്ങളൊക്കെ പറ്റുന്നതൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. അത് നമുക്ക് മനസ്സിന് സന്തോഷമാണ്, ദുനിയാവുമായിട്ടൊരു ബന്ധം കാണും. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും ഒരു ധാരണ കാണത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും ദൈവം കാത്തു രക്ഷിക്കട്ടെ എല്ലാ കാലത്തും. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോലും തോന്നാറില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിലും ന്യൂസ് എടുക്കുന്നെങ്കിലും ഫുള്ള് നമുക്ക് തലവേദന തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചെയ്യാം എന്നുള്ളതേ പറയാനുള്ളൂ. 2 ദിവസം മുന്നേ ഇവിടെ ബോഗെയിൻവില്ലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും മോനും വന്നായിരുന്നു. അപ്പോൾ മോൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചെടി വാങ്ങിയതാ, തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമല്ലേ മോൻ, അവന് 18 വയസ്സാണ്ടേ ഉള്ളൂ. അപ്പം നല്ല കാര്യമല്ലേ മോൻ ഫോണ് നോക്കി ഇത് ആക്കാതെ ചെടികൾ ഇഷ്ടമാണെങ്കിൽ അതിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞു. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിലെ മക്കളെ കൂടുതൽ നമുക്ക്, എൻ്റെ മക്കളെയും കൂടിയാണ് ഞാൻ പറയുന്നത്, ദൈവം കാക്കട്ടെ, കുറേ കൂടി പ്രകൃതിയുമായിട്ടും ചെടികളുമായിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും അമ്മയെന്നുള്ള രീതിയിൽ സാധിക്കട്ടെ.